നമ്മൾ ഇന്നൊരു പുതിയ യൂട്യൂബ് ചാനലിലായിട്ടാണ് വന്നിട്ടുള്ളത്. പഴയ യൂട്യൂബ് ചാനൽ ആസ് ആയിരുന്നു, അത് നമ്മളെ വിട്ടിരിക്കുന്നു. കാരണം കുറേ വീഡിയോകളായാലും നിറഞ്ഞൊഴുകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പുതിയ ചാനലാണ് തുടങ്ങിയിരിക്കുന്നത്, യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനലിലെ നേതൃത്വം വഹിച്ചത് ശിവദർശയാണ്. അവളാണ് എനിക്ക് ഈ യൂട്യൂബിൻ്റെ നേതൃത്വം തന്നത്, അവളാണ് ഈ യൂട്യൂബ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ അവളോട് കൂടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾ പറഞ്ഞൊരു പുതിയ യൂട്യൂബ് ചാനൽ നിർമ്മിക്കാൻ. അപ്പോൾ അവളാണ് അതിൻ്റെ ആദ്യത്തെ 3-4 വാക്ക് ഉണ്ടാക്കിയത്. അതിന് ശേഷമുള്ളത് ഞാനാണ് ഉണ്ടാക്കിയത്. അത് കേൾക്കുന്നതിനെ കാട്ടി മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്, അതല്ലെങ്കിൽ ഏസ് വീഡിയോ കണ്ടവരുണ്ടാവും ഇവിടെ, അതല്ലാണ്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പേര് പറയുന്നതിനെക്കാട്ടി മുമ്പ് ഈ വീഡിയോ സഹകരിക്കണം. കൂടാതെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അറിവ് പകരാത്തവർ കുറേ പേര് ഇവിടെ ഉണ്ടാവും. അതിനെക്കുറിച്ച് അവരെ മാറ്റാനുള്ള അറിവുകൾ തേടിയാണ് നമ്മൾ വരുന്നത്. ആ ചാനലിൻ്റെ പേരാണ് വി ആർ ദ ബെസ്റ്റ് ബുക്ക് ഓഫ് ലൈഫ്. ഈ ചാനൽ നേതൃത്വം വഹിച്ച് ഞാൻ പറഞ്ഞാണ് ശിവദർശ. നമ്മൾ ഈ ചാനലിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂഷൻ ചെയ്യുന്നത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. അത് പരമാവധി ഇൻട്രൊഡ്യൂഷൻ ചെയ്യുന്നത്, അതായത് അത് അറിഞ്ഞ് അവൾ പഠിച്ച് വന്നതാണ്, അവൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളാണ് ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾ അത് കണ്ടിട്ട് പറയാം. ബൈ ബൈ. എൻ്റെ പേര് ശിവദർശ. ഞാനിവിടെ നിങ്ങൾക്ക് പുസ്തകം എന്ന് വെച്ചാൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അവിടുന്ന് ഒരാൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങളൊന്നും കാര്യമാക്കണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ഇനി സീരിയസിലേക്ക് പോവേന്നേ. കുറച്ച് അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ സീരിയസിലേക്ക് പോവേന്ന്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് വെച്ചത് എന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ഇല്ലേ, ആ ജവഹർലാൽ നെഹ്റു തൻ്റെ 10 വയസ്സുകാരിയായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്താണ് ഇത്. എന്ന് വെച്ചാൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. അതിലത്തെ ഫസ്റ്റ് ഭാഗം തന്നെ പ്രകൃതി ഗന്ധം എന്ന ഭാഗമാണ്. അതിലത്തെ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മണിക്കല്ലിനെ പുഴ എടുത്ത് നടന്നില്ലെങ്കിൽ അത് ഞാൻ എന്ന് വെച്ചാൽ മണിക്കല്ല് നല്ല ഒരു സാധാരണ കല്ല്, അത് എന്നാൽ അതിനെ മണിക്കല്ലാക്കിയതാണ്. ഇതെൻ്റെ പരീക്ഷക്കൊക്കെ വന്നിട്ട് 5ാം ക്ലാസ്സിലത്തെ ഓണപ്പരീക്ഷ 2025. അന്നേരം മണിക്കല്ലിനെ പുഴ എടുത്തു നടന്നില്ലെങ്കിൽ അതിൻ്റെ കടലോരത്തെ സുഹൃത്തുക്കളൊപ്പം മണൽത്തരികളായി കുട്ടികൾ കളിക്കുന്ന മൺകൊട്ടാരം പോലെ, കുട്ടികൾ കളിക്കുന്ന മണൽത്തരികളുള്ള മൺകൊട്ടാരമില്ലേ, അതുപോലെ ആയേനെ. ഒരു ചെറിയ കല്ലിന് ഇത്രയെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആ ചെറിയ കല്ലിന് ഇത്രയെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ പാറകൾക്ക്, പർവ്വതങ്ങൾക്ക് എന്നിവയ്ക്കൊക്കെ എന്തെല്ലാം പറയാം. ഈ പ്രകൃതി എന്ന ഭാഗം എന്ത് മനോഹരമാണെന്ന് ഞാൻ ആലോചിക്കുന്നു. പിന്നെ നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എനിക്ക് അറിയുന്നത്രോളം അമ്മയും പറഞ്ഞു. ഈ കഥ വായിച്ച പിന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനത്തെ പുസ്തകം നിങ്ങൾ എടുക്കുക തന്നെ വേണം. എടുത്താലുള്ള ഗുണം എന്താണെന്നറിയോ? ഞാൻ ഇപ്പം ആ പുസ്തകം എടുക്കണ്ടായിരുന്നു, ഇപ്പം എൻ്റെ കയ്യിൽ ആ പുസ്തകവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വായനശാലയിൽ നിന്നാണ് എടുക്കൽ. അത് എടുത്തിട്ട് അവിടെ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്താൽ ആ പുസ്തകം തന്നെ ബാക്കിയുള്ളവർക്കും വായിക്കാം, അങ്ങനെയൊക്കെയാണ്. എന്നാലും ഞാൻ ആ പുസ്തകം എടുത്തിരുന്നു, ഇപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കറിയില്ല, അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. ചെയ്യുന്ന സ്ഥലത്ത് ആ പുസ്തകം എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ പുസ്തകം അതിനെക്കാട്ടി മുമ്പേ ഞാൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. എനിക്കത് ഏറ്റവും വലിയ വിഷമം. ഞാൻ പുസ്തകം കുറേ തപ്പി, പക്ഷെ ഇതിലൊന്നും കിട്ടിയില്ല. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ പ്രകൃതി ഗന്ധം ഇത് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണേ. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കുറച്ചും കൂടി അറിയാൻ തോന്നും. ഞാൻ അടുത്തത് ഭൂമി എങ്ങനെ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ആ ഭൂമി എങ്ങനെ ഉണ്ടായതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമി ഒരു വെള്ളം പോലും ഇല്ലാത്ത ഒരു ഉൽക്കയില്ലേ, ഒരു ഗോളാകൃതി മാത്രമായിട്ട്
ആ ഉൽക്ക എനിക്കറിയാം. അങ്ങനത്തെ ഇല്ലൊരു ഗോളാണ് ഉണ്ടായത് പോലും. അന്നേരം കുറേ വർഷങ്ങളായിട്ട് നമ്മളെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മഴ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതുന്ന കത്തിൽ ഉൾപ്പെട്ടതാണോ? കത്ത് എന്ന് വെച്ചാൽ കത്ത് ആക്കുന്നില്ല, ഇതിലെ തെറ്റ് ഇതൊരു പുസ്തകം തന്നെ ആക്കിയിട്ട് ഇറക്കുക ചെയ്യുന്നത്. ഞാൻ എന്നാ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചോദിക്കൂ. ഈ കത്ത് അറിയുന്നത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാണ്, ആദ്യത്തെ പ്രധാനമന്ത്രി. ഈ ജവഹർലാൽ നെഹ്റുവിന്റെ മോളും പ്രധാനമന്ത്രി ആയിന്ന് എനിക്ക് അറിയല്ലേ. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയതിനു ശേഷം, ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാട്ടോ ഇന്ദിരാഗാന്ധി ആയത്. എന്നേരം ഈ ഇന്ദിരാഗാന്ധിക്ക് ഈ ജവഹർലാൽ നെഹ്റു ഇങ്ങനത്തെ അറിവൊക്കെ പകർത്തി കൊടുക്കലുണ്ട്. ഇങ്ങനെ പകർത്തി 5ാം ക്ലാസ് തന്നെ എന്ന് വെച്ചാൽ ഞാൻ 5ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നേ. ഈ 5ാം ക്ലാസ് തന്നെ ഇങ്ങനെ ഓരോന്നും പകർത്തി കൊടുത്തു. എന്നാൽ പിന്നെ അവൾ വലുതാകുമ്പോൾ എന്തൊക്കെ ഇന്ദിരാഗാന്ധി വലുതാകുമ്പോൾ പ്രധാനമന്ത്രി ആവുന്ന എനിക്ക് തോന്നിയിരുന്നു. അത് ഞാൻ ഒന്ന് ആലോചിച്ചപ്പം ഇതായതാണ്. എന്നേരം ഞാനിപ്പം പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നേരം ഈ ഭൂമിയിൽ മഴ പെയ്ത് നമുക്ക് സമയമില്ല കേട്ടോ. മഴ പെയ്ത് നല്ലോണം വെള്ളമാകുമ്പോൾ കുറച്ച് കരഭാഗം വെള്ളമായി, ബാക്കി വൻകരകൾ അങ്ങനെ ആയി. വൻകരകളാകുമ്പോഴേക്കും കുറേ സസ്യങ്ങൾ മുളച്ചു. എങ്ങനെ അറിയില്ല, എങ്ങനെയോ സസ്യങ്ങൾ മുളച്ചിട്ട് സസ്യങ്ങൾ മുളച്ചിട്ട് കുറേ ജന്തുജാലങ്ങളുണ്ടായി. ഡൈനോസർ ഇല്ലേ, ആ കാലത്ത് അങ്ങനെ ആയി പോലും. പിന്നെ ജന്തുക്കൾ, അതായത് പക്ഷികള്, ഡൈനോസർ, പഴയ കാലത്തുള്ള ജീവികള്, അങ്ങനത്തെ അവരൊക്കെ വന്നു. പിന്നെ അവര് വംശനാശം കഴിഞ്ഞിട്ടാണ് നമ്മളത്. ഡോഡൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്നേരം എനിക്ക് അധികം സമയമില്ല കേട്ടോ. അന്നേരം എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനല്ലോ. ഏതായാലും നിങ്ങൾ ഈ പിന്നെ ഈ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകള് ഏതായാലും നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കേണ്ടതാണ്. ശിവക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അവളിൽ പറയുന്നത് അല്ലേ. ഞാൻ 5ാം ക്ലാസ്സിൽ തന്നെ എത്തിയിട്ട് ഞാൻ ഇങ്ങനത്തെ വായിച്ചു. പിന്നെ ഞാൻ നോവലുകളൊക്കെ അങ്ങനത്തെയാണ് ഇപ്പം വായിക്കുന്നത്. നോവലുകൾ വായിക്കുമ്പോൾ എനിക്കെന്തോ മനസ്സിനെന്തോ സന്തോഷം കിട്ടും. ഞാനൊന്ന് പ്രകൃതിയൊന്ന് നോക്കിയാണ്. പ്രകൃതിയിൽ ഇരുന്നു കൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ ഇവൾ തന്നെയായിരുന്നു പറഞ്ഞത്. ഇന്റർവ്യൂ ആണ് ഇത് സംഭവം. ഇന്റർവ്യൂവിൽ നിനക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ അത് നീ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഈ ചക്ക മാവ് ഇപ്പൊ വേനൽക്കാലാണ്. ചക്ക മാവ് വേനൽക്കാലത്തെ മുളക്കൂലും. അതല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ അതിന്റെ ചുവട്ടിൽ പ്രകൃതിഗന്ധ എന്ന ഭാഗത്തിലെ തന്നെ ഒരു സംഭവമാണ്. നിറഞ്ഞിട്ടതാ. ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ അടുത്ത പാർട്ട് 2 നിങ്ങൾ എന്തായാലും കാണേണ്ടതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണേ. ഇതോടെ പുതിയ വീഡിയോ എന്ന് ഇവളിപ്പം പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പകുതി തുടങ്ങുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണങ്ങളെ കുറിച്ചായിരിക്കും അല്ലേ. ഇപ്പം അത്ര സമയമില്ല. നിങ്ങളിപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ പറയുന്ന കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നത്. അതായത് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന് അയച്ച കത്താണോ, ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്താണോ? ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്ത്. പക്ഷേ ചെറിയ മകള് അത്രേ ആയിട്ടു. ഇതും അടുത്ത കുറേ ഭാഗങ്ങൾ ഞാൻ അടുത്ത പാർട്ടിൽ പറഞ്ഞു തരാം. അന്നേരം ഈ പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. എന്നേരം നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഞാൻ ഇപ്പം പറയും, ഞാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്നാൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. പാർട്ട് 2 എല്ലാവരും കാണണം. പാർട്ട് 2 എന്നുവെച്ചാൽ ഈ വീഡിയോയിൽ പാർട്ട് 2 ഇല്ല. പാർട്ട് 2 നിങ്ങൾ എന്തെങ്കിലും കാണാം. ഈ പാർട്ട് 1 ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, ബൈ. പാർട്ട് 2 ഇവിടെ തുടങ്ങാൻ പോകും.